Remo, video saja dah jengkel. മാളു ഒരു ബീഡി ചുരുട്ടിട്. ഇന്നാലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചില്ലേ? ചേച്ചി ബോംബാണായിട്ട്. സോസ് ഒന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. അത് നമ്മുടെ കുക്കുംബർ, ഇളം ചൂടുവെള്ളത്തിൽ വിനിഗർ, പഞ്ചസാര, ഒരു നുള്ളുപ്പ് കഴിച്ചു വെക്കും. ഭയങ്കര ടേസ്റ്റാണ്. നല്ല സ്ലൈസ് ആയിട്ട് മതി, എനിക്ക് കട്ടിക്ക് വേണ്ട. അപ്പോൾ കട്ടിംഗ് പാഡ് എടുക്കണമായിരുന്നു. എന്നോട് എൻ്റെ മാളു, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, മനസ്സിലായ? ഇത് സ്വീറ്റ് ബണ്ണ്, ഈ ബണ്ണല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ചേച്ചിയിലെ മേടിച്ചേ, എന്നിട്ട് ഞാൻ കുറ്റം പറയണം. പാക്കറ്റ് തുറന്ന് നോക്കിയില്ല, ബണ്ണ് കണ്ണിട്ടപ്പോൾ എടുത്തോണ്ട് വന്നു. നമ്മള് എത്ര വൃത്തിയിൽ കഴിച്ചു കഴിഞ്ഞാലും വൃത്തിയില്ലാണ്ട് കഴിക്കണമെന്ന് പറയേണ്ട സാധനം തന്നെ പപ്സ്. കത്തിക്കൊക്കെ ഇത്ര മൂർച്ചയായോ? ഇതെന്ത് ചെയ്യാൻ? അറക്കാനാ? ആർക്കാനാ? വറുക്കാനോ? ചേച്ചിക്ക് ഇവിടെയും മറുക വന്നു തുടങ്ങിയ? എല്ലായിടത്തും മറുക മാളു. എന്താ എളുപ്പം പഠിക്കും. എത്ര പെട്ടെന്ന് എൻ്റെ ബീഫ് കട്ടിങ് കഴിഞ്ഞു. അടിപൊളി. നമ്മൾ വർത്താനം പറഞ്ഞ് തീരുന്നതിന് മുന്നേ ബീഫ് കട്ടിങ് കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇത്ര നല്ല പീസ് നമുക്ക് കിട്ടൂല. ഈ നമ്മളിങ്ങനെ നല്ല സ്ലൈസ് ആയിട്ടൊക്കെ അരിയാൻ വേണ്ടിട്ട് ഇരിക്കുമല്ലോ. അതെ അതെ അതെ, മനസ്സിലായ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കൊട്ട നെയ്യും മുറിഞ്ഞും പോരൂല. ബ്രൊക്കോളി ബീഫ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്നതാണെന്ന് ഞാനിപ്പോ പറയൂല. അല്ലെങ്കിൽ ചേച്ചി എപ്പോഴാണ് അതിന് മുമ്പേ എല്ലാം പറയണത്? പറയൂല. ഒരു ദിവസം രസം ഉണ്ടാക്കാൻ മാത്രം പറഞ്ഞു. അത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇത്രയും വലുതായിട്ട് നിനക്ക് ഇങ്ങനെ കളിക്കാനാവില്ല മളു. പിന്നെ കുഞ്ഞിനെ മറ്റേ കപ്പിലിങ്ങനെ കൊണ്ട് തലയിലിങ്ങനെ വെച്ചിട്ട് കപ്പിങ്ങനെ എടുക്കുമ്പോ ഒരു ഫ്രിക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരൂലേ? നീ അങ്ങനെ വിളിക്കാറുണ്ടാ? അതായത് കപ്പിങ്ങനെ വെച്ചിട്ട് കുഞ്ഞു
കുഞ്ഞാട്ടോ എനിക്ക്. എന്നിട്ട് അതേപോലെ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ അതേ ഇങ്ങനെ കപ്പ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കുമ്പം ഇങ്ങനെ ഗുളു ഗുളു ഗുളാന്ന് വരും. നൊസ്റ്റാളജി അടിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അടിച്ചല്ലോ, ഞാൻ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞു. നീ അവാർഡ് അടിച്ചോണ്ടിരിക്കുന്നത്. കൊറേ മോതിരവും സജിത ചെങ്കണ്ണി കൊള്ളാം, നല്ല പേര്. ചെങ്കണ്ണി. എപ്പുറത്തേലും കുറെ സാധനങ്ങൾ മേടിച്ചു തരും. മാളു, ഓരോരുത്തർ ഓരോന്ന് നമുക്ക് ഗിഫ്റ്റ് തരും. ആ ഗിഫ്റ്റ് തരുമ്പോൾ നമുക്കത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇത് ഒരാൾ ഗിഫ്റ്റ് തന്നത്, ഒരു കൂട്ടുകാർ ഗിഫ്റ്റ് തന്നു, ഇത് അടുത്ത കൂട്ടുകാർ ഗിഫ്റ്റ് തന്നു. നമുക്ക് മാത്രം ഇത്ര കൂട്ടുകാരികളൊന്നും ഇല്ലേ? അയ്യോ, ഒഴി 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 ഒഴി. വെളുത്ത് വിളറി. മാളു, ഈ വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് നല്ല വെള്ളം എടുത്തുണ്ടാ. എനിക്കിപ്പോ ഞാൻ അതിപ്പോ നല്ല വെള്ളം എടുത്ത് വെച്ചാ പോയായിരുന്നു. തർക്കുത്തര. അല്ല, ഞാൻ ചോദിച്ചത് നീ ഇതെടുത്തോണ്ട് പോണ്ടേ? അത് കുറെ നേരമായില്ലേ തുറന്നിരിക്കണത്. ഇത് ഒഴിക്കാൻ ഗ്ലാസ് ഞാൻ എടുത്തോണ്ട് വരണമായിരിക്കും അല്ലേ? മോളൊരു കാര്യം ചെയ്, മൂടിയും കൂടെ എടുത്തിട്ടുണ്ടോ? മൂടട്ടെ? യെസ്, മൂട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മാളു, യെസ്, ഒരു ബീഡി ചുരുട്ടിട്. എന്നാലും ഫസ്റ്റ് കളി സുഖമില്ല, ഭയങ്കര മധുരം. കൊള്ളാം. ഏലക്കട കുത്തുകൂടിപ്പോയി. ഇല്ല, ഇത് ഞാൻ പറയാം, ഇത് അവലോസ് പൊടി, പഴം കൽക്കണ്ട്, പിന്നെ എന്തൊക്കെയാണ്. മധുരം ഇത്ര വേണ്ടായിരുന്നു. എനിക്ക് പനം കൽക്കണ്ട് കിട്ടി. എനിക്ക് ഇപ്പോഴും ഡൗട്ട്, ആ പട്ടിയാണോ കുറുക്കനാണോ? പാവം, ഫുഡൊന്നും കിട്ടാതെ രോമം പോയത്. പാവം.
ഡോറാ ബുച്ചിലെ കുറുക്കൻ എങ്ങനെയാണ്? ബുജിക്ക് കണ്ണാണ്, ഡോറയ്ക്ക് കണ്ണ് കാണാൻ വയ്യ. അറിയോ നിനക്കത്? അറിയും. പാവൻ ഡോറ. കൂട്ടുകാരെ നിങ്ങൾ പറയൂ, ആ ഓറഞ്ച് മരം എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്നെ കൂടെ സഹായിക്കുമോ? വാ പോണ്ട മാളു. എന്തേ? എന്തായാലും നമ്മളവിടെ നേരത്തെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബീഫ് വേവണം, നല്ലോണം വേവണം. എങ്കിൽ മാത്രമേ പോയിട്ട് നീ ചായ എടുത്തേ. അപ്പം അതിൽ നല്ല നമുക്ക് കൊണ്ടിരിക്കണ അമ്മ ഇല്ലാഞ്ഞിട്ട് ഒരു രസമില്ല. അതെ. നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാ? അതല്ലേ ഞാൻ എന്തുവാന്ന് ചോദിച്ചത്. 1 മണവാട്ടി, 2 കടല്. എത്ര നോക്കിയിരുന്നാലും നമുക്ക് മടുക്കൂല. അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ട്, ആന. എത്ര നോക്കിയാലും മടുക്കൂല. ഈ 3 കാര്യങ്ങൾ. അതെ, കടല് കറക്റ്റാ, മണവാട്ടി. പക്ഷെ മണവാട്ടി കറക്റ്റ് അത് നീ ശ്രദ്ധിക്കാത്തോണ്ടാ. എന്താ വെച്ച് കഴിഞ്ഞാ നമ്മള് നോക്കും. ഇനി വന്നിരുന്നേ അടിക്കി പിടിച്ചേനെ. എന്തൊരു ഭാഗ്യം. ആ ചട്ടിയല്ല, ചീനച്ചട്ടി എടുത്തേ. ചീനച്ചട്ടി വെച്ചോ. കുറച്ചൊരു എണ്ണ എടുത്തുണ്ടോ? ഒഴിക്കട്ടോ? ഒഴിച്ചു. മതി. ചതച്ചേ മാളു. എന്തോ ബീഫ് ഞാൻ എപ്പുറത്തുണ്ട് വെച്ച് തരാം. എവിടെയെങ്കിലും കൊണ്ടുവച്ച് ചതച്ചോ. പാത്രം എടുത്തുണ്ടരാവേ. മതിയാ? മിടുക്കി. കുറച്ച് എവിടെ ഇനിയും വേണം? ചതച്ച് നോക്കട്ടെ. അങ്ങനെ തന്നെ നടക്കണം. ചതക്കി. ഡാൻസ് കളിക്കണോ? നോക്കട്ടെ. ചതക്കി. ഓരോ പീസായിട്ട് ഇടാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇടണ്ട, നീ ചതച്ചാ മതി. ഇവിടെ വാ കള്ളിപ്പണ്ണ. ചതച്ച് ഇരിക്കണം കട്ട. അതെ കട്ട. ഈ കട്ടയൊക്കെ നീ ചതക്കി. വാ അവിടെ. ഇത് പൊരിച്ചെടുക്കൂ. കൊള്ളാല്ലേ? നല്ല ഐഡിയ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചില്ലേ? നീ അത് ചതക്കി മാളൂ. അനുസരണം. അത് കഴിഞ്ഞെങ്കിലേ വിറകെടുത്തുണ്ടോ?
മുരിഞ്ഞ മാളു മുരിഞ്ഞ മാളു മുരിഞ്ഞ 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 ഉറപ്പാണോ? ഉറപ്പാണോ? ഇതെന്താ കരിവാടിന്റെ ടേസ്റ്റ്? ആ അതെ, ചിക്കി വറുത്താൻ അങ്ങനത്തെ ടേസ്റ്റ് തന്നെ. നോക്കി വേണ്ട നോക്ക്. ഇതെന്തിനാ? പച്ചമുളക്. ചേച്ചി ഈ ഒരു ഐഡിയ തോന്നി നമ്മൾ രക്ഷപ്പെട്ടു. അത് പെട്ടെന്ന് തീർന്നു. ആ എണ്ണയും അധികം. ഇതിപ്പോ എന്ത് ചെയ്യാ? പച്ചമുളക് മുരിക്കണം. ഇടയ്ക്ക് ഈ പച്ചമുളക് കടിക്കാം. അതിനെന്തായാലും എരിവ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ പച്ചമുളക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തോന്ന് ചേച്ചി പോകമാണോ ഇട്ട്? പക്ഷെ എൻ്റെ പൊന്നെ മുഖത്ത് തീർക്കുമല്ലോ മാടൂ. വെള്ളത്തിൽ സോഡി ഇടേണ്ട അവസ്ഥയല്ലോ. എൻ്റെ അവസ്ഥ ഇടയ്ക്ക് തന്നെ ഇട്ടാൽ മതിയായിരുന്നു. എത്ര മുളക് ബാക്കിയുണ്ട്? മുളക് പൊട്ടുമ്പം അതിന് വെള്ളം ഇറങ്ങുന്നതാണെന്നാണ് തോന്നുന്നത്. അന്ന് ഞാൻ കരിവേപ്പില ഇട്ടപ്പോ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ എന്നാലും ഡ്രസ്സ്. നീ ഒരു കാര്യം ചെയ്യും, പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്തോ. നീ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കേ. എങ്ങനെയാ? ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, എന്നിട്ട് അതിനകത്ത് ഇടണം. ഇങ്ങനെ അങ്ങ് എടുക്കണം, ഇങ്ങനെ അങ്ങ് ഇടണം. നിനക്ക് സോസ് വേണമെങ്കിൽ നീ സോസ് ഇട്ടോണം. എനിക്ക് സോസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ സോസ് ഇടില്ല. ഓക്കെ. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, സ്പ്രെഡ് ചെയ്യുക. വെളുത്തുള്ളി വേണ്ടവർ വെളുത്തുള്ളി എടുക്കുക. എനിക്ക് വെളുത്തുള്ളി വേണം, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി എടുക്കും. ഓക്കെ, എനിക്ക് കറിവേപ്പില വേണം, അതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുക്കും. ഓക്കെ, ഈ പച്ചമുളക് വേണം, അപ്പം ഞാൻ പച്ചമുളക് എടുക്കും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കും. എന്നിട്ട് വാക്കകത്ത് വെച്ച് കഴിക്കും. യമ്മി, ടേസ്റ്റി. നിനക്ക് വേണമെങ്കിൽ നീ എടുക്കണം. ഇത് കഷ്ടമാണ്. വേറെ ലെവൽ ബ്രോ. പച്ചമുളക് കടിക്കുന്നേ, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ രുചി അറിയോ? എരിവ് രക്ഷയില്ല മോളെ, പച്ചമുളക്. അയ്യോ, എരിവില്ല നിനക്ക്? ഇതുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 2 പച്ചമുളക് 1 പച്ചമുളക് വെറുതെ എടുത്ത് തിന്നതാ. ഇത് അമ്മായിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പഴയ ആൾക്കാരുടെ ഫുഡല്ലേ ഇടി ഇറച്ചിയൊക്കെ.
ആദ്യമായിട്ട് എത്ര റിലാക്സ് ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കണം അല്ലേ വാളു? കാരണം ചവയ്ക്കാൻ കുറെ ഉണ്ട്. ഒരു സ്പീഡും ഇല്ല, ഒന്നുമില്ല. സൂപ്പർ. ഈ മുളകാണ് എന്നെ ചതിക്കുന്നത്.